ആരാ വന്നിരിക്കുന്നത് നോക്ക്, വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ വേദുവിനെ പോലത്തെ ഒരു കുട്ടിയുടെ അമ്മയെന്ന് പറയുള്ളൂ കേട്ടാ. വേണ്ട. Hi guys, good morning and welcome to our new vlog at our first exhibition in Thrissur. So welcome to OHF Flea Market Thrissur. ഈ ഒരു ഹാൻസം ബോയ് നോക്കാം, കുർത്തയും പൈജാമയൊക്കെ ഇട്ട് തൃശ്ശൂര് വന്ന് എൻജോയ് ചെയ്ത് നിൽക്കാണ്. ഇത് കണ്ട വേദു? ഇത് കണ്ട? ഒരു വലിയ ആദ്യമായിട്ടാണ് ഞങ്ങളെ തന്നെ ഇത്രയും വലുതായിട്ട് കാണുന്നത്. സോ ഒരു പോസ്റ്റർ ഉണ്ട്. ഇത് പാർക്ക് ബൈ റാഡിസണിലാണ്. നമുക്ക് നേരെ ഇനോഗ്രേഷനിലേക്ക് പോവാം. റെഡി? സുന്ദരിയാക്കിയ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തൃശ്ശൂർ തന്നെയാണ് ഇവരൊക്കെ. സോ ബിഗ് താങ്ക്സ് ടു ദം. ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ദി മേഡ് പ്രിയ ലുക്ക് ആബ്സല്യൂട്ട്ലി ഗോർജിയസ്. എന്താണ് രാവിലെ തന്നെ ഞങ്ങൾക്കാർക്കും കിട്ടിയില്ലല്ലോ സുന്ദരിയായി നടക്കുന്നത്. ഓ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. സുപർണ എന്ന് പറഞ്ഞ കുട്ടിയാണ്, തൃശ്ശൂരിലുള്ള കുട്ടിയാണ്. ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം തന്നെ കുറേ പേര് കോണ്ടാക്ട് ചെയ്തു. പക്ഷെ ഈ കുട്ടിയാണ് ആദ്യം എന്നെ രാത്രി മെസ്സേജ് ചെയ്ത് ഇത്രയും സുന്ദരിയാക്കിയത്. അപ്പൊ നേരെ ഇനോഗ്രേഷനിലേക്ക് പോവാം. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും അടിപൊളി സെയിൽസ് ഉണ്ടാവും. സോ ഇത് എക്സിബിഷൻ ഒക്കെ തുടങ്ങി. ആശിഷ് നല്ല വീഡിയോസ് ഒക്കെ എടുത്തോണം, ഇൻസ്റ്റാഗ്രാമിൽ ഹിറ്റ് ആക്കണം. ഓക്കെ. പിന്നെ ഇവിടെ സബ്സ്ക്രൈബേഴ്സ് കുന്നംകുളത്തൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ജെഫ്രിയാണ് എന്റെ സ്റ്റാഫ് കേട്ടോ, ഹോങ്തയുടെ സ്റ്റാഫ്. പറ്റില്ല, എല്ലാവർക്കും ആ സൈഡിലേക്കാ ചായ. അതെ അതെ, കോസ്റ്റ്യൂമിലേക്ക് ഇറങ്ങണ്ടേ, കുറച്ച് കഴിഞ്ഞിട്ട് മതി. കഴിഞ്ഞിട്ടുള്ള വാങ്ങണം. എന്തേ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ആദ്യമേ നമുക്ക് തൃശ്ശൂരിലെ താങ്ക്സ് പറയാനുള്ളത് ഒരു ഐഡിയ ഇല്ലാതെ വന്നതാ. പക്ഷെ ഇവിടുത്തെ കുറച്ച് ഇവിടുത്തെ ആൾക്കാര്, ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും പ്രിയയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും, എസ്പെഷ്യലി രേണു എൻ്റെ കോളേജ് മേറ്റ് ആണ്, രേണു ആലുക്ക. അവരെല്ലാ ഫ്രണ്ട്സിനോടും അതുമാതിരി കുറച്ച് പേരുണ്ട് കേട്ടോ, ഇൻഫ്ലുവൻസേഴ്സ്, തെറ്റിസ, നേഹ, ഐശ്വര്യ, ഇവരെല്ലാവരും കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് പേരുടെ സപ്പോർട്ട് കൊണ്ടാണ് തുടക്കം ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ. ആൻഡ് പീപ്പിൾ ഹാവിങ് ഗുഡ് റെസ്പോൺസ്. അപ്പൊ ഒൺലി വിഷസ് ദാറ്റ് എല്ലാ ബ്രാൻഡ്സും അത്യാവശ്യം സെയിൽ ആവണം. വീണ്ടും നമുക്ക് തൃശ്ശൂർ വരാൻ പറ്റണം. ഇവർക്കും വീണ്ടും തൃശ്ശൂർ വരാൻ തോന്നണം. ഭയങ്കര നെർവസ് ആയിരുന്നു. പക്ഷെ തുടക്കം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഹോപ്പ്ഫുള്ളി 2 days കഴിയുമ്പോൾ എല്ലാവരുടെ മുഖത്ത് ഒരു ബിഗ് സ്മൈൽ ആയിരിക്കും. ഒരു മോനുണ്ടെന്ന് ഭയങ്കര നമ്മളെ കാണണം, പക്ഷെ ഷൈ ആണ്. അപ്പൊ നമുക്ക് പോയി കാണാം. ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ. അതെ ജെഫ്രി, ഇതാണ് ഒരു രൂപം. എവിടെ നോക്കട്ടെ. എന്താ ഞങ്ങളോട് ഒന്ന് ഹായ് പറയാതിരുന്നെന്ന്? അവിടെ പാവം ഏതുവാണെങ്കിൽ എല്ലാരും അറിയോ? സ്ഥിരം കാണുന്നു. എന്റെ അടുത്ത് അമ്മ എന്നെ വിളിക്കരുത്. ഇതില് ഏറ്റവും സന്തോഷം എന്താണെന്നറിയോ? ഒരുപാട് ബ്രാൻഡ്സ് ദൂരേന്ന് വന്നിട്ടുണ്ട്, കോഴിക്കോട് നിന്ന്, മലപ്പുറം എന്നൊക്കെ. അതിൽ ഏറ്റവും ഞാൻ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ടിരിക്കുന്നത് സൈനത്തെയാ. ബോംബെ ഹോട്ടലിൽ നിന്ന് വന്നില്ലേ? നാളെ ഷറഫ ഫുഡ് വരും. അവിടെ നിന്ന് വന്ന് ഇവിടെ കൊണ്ടുവന്ന് കുക്ക് ചെയ്ത് ഇവിടെ സെർവ് ചെയ്യുന്നതിന് വലിയ ലാഭമൊന്നും കിട്ടാൻ പോകുന്നില്ല, അറിയാലോ. അത് ആ ചെയ്യുന്നതിന്റെ ഒരു ഡെഡിക്കേഷൻ. അങ്ങോട്ട് പോയിട്ടില്ല, ഒന്ന് പോണം. ഉണ്ടോ? അത് മതി. ഇല്ല, പോയില്ല. ആദ്യം ഒരു താങ്ക്സ് പറയണം. എന്നാലും നോക്കട്ടെ. താങ്ക് യു. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അവിടെ നിന്ന് വരും. ഭയങ്കര സന്തോഷം വന്നില്ല. അത് വരും പിന്നെ വരാതിരിക്കും. നടക്കില്ല എന്ന്.
അപ്പൊ താങ്ക് യു. എനിക്കൊന്നും ഇവിടെ അങ്ങനെ ഒത്തന്റിക് മലബാർ സ്നാക്സും കിട്ടില്ല. ഞങ്ങളാണ് പറയണ്ടത് അവിടെ നിന്ന് ഇവിടം വരെ വന്ന് ഇത്രയും കഷ്ടപ്പെട്ട്. താങ്ക് യു. ഓക്കെ, നന്നായി. ഇത് താഴെ വീഴും, ബേബി താഴെ വീഴും. വേദന ഭയങ്കര ഇഷ്ടമല്ലോ. അപ്പൊ വേദുവിന് ഒരു പുതിയ ബേബി വരാം കേട്ടാ. വേദുവിന് ഭയങ്കര ഇഷ്ടമാണ് ബേബിനെ നോക്കാൻ. രണ്ട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ട് എക്സിബിഷനിലുള്ള സ്റ്റോളിന്റെ ഓണറിന്റെ രണ്ട് പിള്ളേരാണ്. പക്ഷെ ഹൗ വെൽ മാനേർഡ് ദേ ആർ നോക്കുവാണ്. വന്ന് ചെരുപ്പ് കറക്റ്റ് ആയിട്ട് വലിച്ചു വരുമൊന്നും ഇട്ടില്ല. അവിടെ ആരോ തട്ടിയിട്ടപ്പോ കറക്റ്റ് ആയിട്ട് രണ്ട് ചെരുപ്പൊക്കെ വെച്ച് എക്സ്ട്രീംലി വെൽ മാനേർഡ് ബോയ്സ്. സംഭവം. ഹലോ, അമ്മയും മോനും ഇത് വെട്ടിയടിക്കല്ലേ എക്സിബിഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളൊന്നും കഴിച്ചില്ല. പോണ്ടേ, വീഡിയോസ് എടുക്കണ്ടേ? ബട്ടൺ വിട്ടിട്ടുണ്ടോ നോക്കിയാ മതി. വിട്ടിരിക്കുക. അത് ഞാനിപ്പോ ഡ്രസ് മാറിയതാ. 2 years ബാക്ക് വേദുനെ കാണാൻ ഷോപ്പിൽ വന്നതാ ലണ്ടനിൽ നിന്ന്. ഇപ്പോഴും വേദുനെ കാണാൻ വന്നു. കണ്ടാ, വേദുവിന്റെ പോലത്തെ തന്നെ മുടിയായിരുന്നില്ല ഇതുപോലെ. പണ്ട് വേദുവിന് അങ്ങനത്തെ മുടി ഉണ്ടായിരുന്നില്ലേ? നമുക്കൊന്നും കൂടെ വളർത്തിയാലോ? ഇഷ്ടമായോ? ഇനി വെട്ടണ്ട. ഓക്കെ, അതുപോലെ തന്നെയായിരുന്നു വേദുവിന്റെ ഹെയർ. കണ്ടാ കണ്ടാ, ഇഷ്ടമായിരുന്നില്ലേ? ഇനി നമുക്ക് വെട്ടില്ല, ഇനി അപ്പൊ വളർത്താം. ഒരാളിത് മോതിരം നോക്കി വെക്കുന്നുണ്ട് കേട്ടാ. എന്നിട്ട് ആരും അറിയാത്ത കാര്യങ്ങള് എല്ലാവർക്കും ഇപ്പൊ ഒരു ഐഡിയ കിട്ടി തുടങ്ങിയ ഫ്രീ. എനിക്ക് ആ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടെ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ടാഗ് ചെയ്യാം. എനിക്ക് വേണ്ട, ഞങ്ങളൊക്കെ കൊടുത്തതൊക്കെ ഉണ്ട്, ഇഷ്ടംമാതിരി ഉണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റിംഗ് ആയി നോക്കിയത് ലോറ ലക്സ് ഡയമണ്ട്സ് ആണ്. പക്ഷെ ഇവർക്ക് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്തായിരുന്നു? ഞങ്ങൾ ഇവിടെ ആദ്യം സെൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാബ് ഗ്രോൺ ഡയമണ്ട്സ് ആണ് ഇവിടെ പ്രൈമറിലി പുഷ് ചെയ്യുന്നത്. ഓക്കെ, ഫാദറിന് ഒരു ജ്വല്ലറിയാണ്. നമുക്ക് അത്യാവശ്യം വില എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അതെ. അപ്പോൾ ഞാൻ ഈ സെക്കൻഡ് സ്റ്റഡ്സിന് എസ്റ്റിമേറ്റ് ചെയ്ത പ്രൈസ് എന്ന് വെച്ചാൽ അറൌണ്ട് 7,000 ആയിരുന്നു. എക്സ്പെക്ടഡ് പ്രൈസ് അല്ല, എൻ്റെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് 7,000 ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, പിന്നെ ഒരു ഷോപ്പ് നടത്തുമ്പോൾ അതിൻ്റെതായ എക്സ്പെൻസസ് ആണ്. അപ്പോൾ ഞാൻ ഒരു 10,000 11,000-ലാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഡീൽ, ഫെയർ ഡീലാന്ന് വെച്ചാൽ. അപ്പോൾ അവരാദ്യമേ ആയിട്ട് ഇവിടുത്തെ ഒരു പ്രമുഖമായൊരു ഹോൾസെയിലറില്ല പോയത്, അല്ലാതെ ഹോൾസെയിലറിൻ്റെ അടുത്തത്. അല്ലാതെ ഞങ്ങൾക്ക് ഹോൾസെയിലിൽ പോകാവുന്ന ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് ഹോൾസെയിലറിൻ്റെ അടുത്തത്. അപ്പോൾ അവർ ആദ്യമേ കോട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7,000 സാധനം കോട്ട് ചെയ്ത് 24,000 കോട്ട് ചെയ്തു. അപ്പോൾ 24,000 ഭയങ്കര കൂടുതലാണ്. സാധാരണ ഇങ്ങനെ ഡയമണ്ട്സിന് അവർ ഭയങ്കര റേറ്റ് കൂട്ടി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പറയുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അപ്പം ഞങ്ങൾ ചോദിച്ചു ഇതാണോ ബെസ്റ്റ് പ്രൈസ് എന്ന്. അപ്പം ഞങ്ങൾക്ക് ഒരു കോഫിയൊക്കെ തന്നു. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ബെസ്റ്റ് പ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് 22,000. എന്നാലും ഈ 7,000-ന്റെ സാധനമാണ് 22,000-ന് ഏകദേശം വിൽക്കുന്നത്. അപ്പോൾ അടുത്ത ഓപ്ഷനായിട്ട് നമ്മൾ തുടങ്ങിയതാണ് ലാബ് ഗ്രോൺ ഡയമണ്ട്സ്. ഈ ലാബ് ഗ്രോൺ ഡയമണ്ട്സ് ഫിസിക്കലി കെമിക്കലി എല്ലാം സിമിലർ ടു നാച്ചുറൽ ഡയമണ്ട്സ് ആണ്. ഇത് ഒരു ലാബ് ഡയമണ്ട് ടെസ്റ്ററിന് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല. വിത്തൗട്ട് പ്രോപ്പർ എക്യുപ്മെന്റ്സ് അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. റിംഗ്സിന്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഇത് വരുന്നത് 30,000 ആണ് വരുന്നത്. 30,000 ഒരു ഡയമണ്ട് റിംഗ് കിട്ടും. ജെഫ്രി, എത്ര ക്യാരറ്റ് ആണ് ഇത്? ഇത് 1 കാരറ്റ് ഡയമണ്ട്. 1 കാരറ്റ് ഡയമണ്ട്. ഇപ്പൊ കാണുന്ന ആളുടെ മുഖത്ത് ഒരു പുഞ്ചിരി കാണും. ഞാനൊക്കെ പലതും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ എൻഗേജ്മെന്റ് സജസ്റ്റ് ചെയ്യുന്നതാ? എൻഗേജ്മെന്റ് സജഷൻ ഇതാണ് ഓവൽ കട്ട്. പോയി ഇതാണ് ഓവൽ കട്ട്. എന്താ പ്രിൻസ് ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുവായിരുന്നു ഇവിടെ. ഇതൊരു രക്ഷയില്ലല്ലോ, ഇട്ടത് തന്നെയാ. അതാ പറയണ ലുക്ക് ആയിട്ടില്ലേ? എന്താ അടിപൊളിയായിട്ടുണ്ട്. ഇത് ഗോൾഡും ഡയമണ്ട്സും അല്ലേ? ഗോൾഡ്, വൈറ്റ് ഗോൾഡും ഡയമണ്ട്സ്. ഓക്കെ, അപ്പം അതെ, ഇത് നല്ല മൂവിങ് ഐറ്റം ആണ്. പക്ഷെ ഇതിന്റെ മെയിൻ നമുക്ക് പറ്റുന്ന ഇത് ഈ റേറ്റ് കൊടുക്കാൻ പറ്റുന്നതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ സ്റ്റോർ ആണ്, പിന്നെ ഉള്ള മേക്ക് ടു ഓർഡർ ആണ്. അതാണ് റീസൺ ചെയ്യാൻ പറ്റുന്നത്. ഈ ക്രെഡിറ്റ് ജെഫ്രിനാണ് കേട്ടാ, എല്ലാം എടുപ്പിച്ചതിന്. ജെഫ്രി അത് പോയി മെയിൻ ആയിട്ട് നമ്മുടെ മെയിൻ സാധനം എടുക്കാതെ പോകാൻ പറ്റില്ല കേട്ടോ ഇവിടുന്ന്. അതിനാണ് ഞാൻ വീഡിയോയും കൂടെ എടുക്കുന്നത്.
അത് ഹൊങ്തായി അതെന്തായാലും എടുത്തോ, മസ്റ്റ് ആണ്. ഡ്രസ് ആയിരുന്നു വേണ്ടത് അല്ലേ? UK കിട്ടുന്നതിന്റെ 10 റേറ്റ് എവിടെ ഉള്ളൂ. ഗായ്സ്, ഞങ്ങളിത് തിരിച്ച് റൂമിൽ വന്നു. എന്തിനാണെന്നറിയോ? മെയിൻ നമ്മുടെ അതിഥിയെ സ്വീകരിക്കാനായിട്ട് ആദ്യമേ പ്രിയനെ എല്ലാരും ഒന്ന് ഒരു ഹാളിൽ ഒരു തരംഗം ഉണ്ടാക്കിയിട്ട് നമുക്ക് നോക്കാം ആരാണ് ആ ഒരു എന്താ പറഞ്ഞ ആ ഒരു അതിഥി എന്നുള്ളത് കേട്ടാ. ട്രെൻഡിങ് ആവും മിക്കവാറും ഇത്. ആ എന്തിനാ ഇഷ്ടപ്പെടുന്നില്ല? ഓ കണ്ട കണ്ണാടി പോലെ ഞാനത് വേദന കൊടുക്കട്ടെ. നിന്റെ ഗേൾഫ്രണ്ട് രണ്ടുപേരും അവിടെ കാണാൻ വന്നത് 1 out of 10 ഉള്ളൂ റേറ്റിംഗ്. കണ്ണാടി പോരണം ഒന്ന്. ആ ബാ നമുക്ക് അമ്മേനെ പോയി സർപ്രൈസ് ഉണ്ടെന്ന് പറയാം. പ്രിയ ആരാ വന്നിരിക്കുന്നതെന്ന് നോക്ക്. നമ്മള് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ആളാണ്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഓ അങ്ങനെ നമ്മുടെ ഏറ്റവും തൃശ്ശൂരിലെ ട്രെൻഡിങ് മഹാബലി OHF ഫ്ലീ മാർക്കറ്റിൽ വന്നിരിക്കുവാണ്. ഇനി തുടങ്ങിക്കോ അങ്ങോട്ട്, ഡാൻസ് പാട്ടും എല്ലാം. പറഞ്ഞോ, ഇതിനെക്കാട്ടി നല്ല യോഗം ഉണ്ടോ? എന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ റൂമിൽ വെക്കട്ടാ, ഇവരേക്ക് എല്ലാ ദിവസവും കാണാൻ. അതെ, എന്തായാലും എനിക്കൊന്നും മാവേലി വന്നത് ഭയങ്കര അനുഗ്രഹം. മാവേലി വന്നതും തിരക്ക് കൂടിയാട്ടാ. മാവേലി വന്നതും ഫ്ലീ മാർക്കറ്റിൽ തിരക്ക് കൂടിയെന്ന്. എല്ലാരും പറ്റേ എങ്ങോട്ട്? ഇങ്ങോട്ടേക്ക് മാവേലിനെ കാണാൻ. ഇത്ര സംഭവം മാവേലി അങ്ങനെ ഇല്ലല്ലോ. കണ്ട ഇപ്പോഴാണ് എക്സിബിഷൻ ഒരു വൈബായത് കേട്ടാ. ഇനി വേഷം മാറണ്ട കേട്ടാ. സത്യം ഇങ്ങനത്തെ ഒരു എന്ത് വേഷം കെട്ടാനും റെഡി ആയിട്ടുള്ള ഒരാളുള്ളത് ആരും കിട്ടില്ല. ആ നന്ദി പ്രിയക്കൊന്നും വേണം. അതൊക്കെ സെറ്റായി. പ്രിയ നമുക്ക് പ്രായമായിട്ടുണ്ടെന്ന് തോന്നണെങ്കിലേ ഐശ്വര്യനോട് നമ്മുടെ വ്ളോഗിന്റെ കാര്യം ചോദിച്ചാൽ മതി. എത്ര ക്ലാസ്സിലാ കാണാൻ തുടങ്ങി? 9th സ്റ്റാൻഡേർഡിൽ തുടങ്ങിയതാ. 9th സ്റ്റാൻഡേർഡിൽ തുടങ്ങി, ഇപ്പൊ ഡിഗ്രി ആയി. നമ്മുടെ ചേട്ടനും കാണുവോ? ബ്ലോഗ് തുടങ്ങിയിട്ട് അപ്പൊ നമ്മുടെ ഏജ് ആലോചിച്ച് നോക്ക്. അപ്പൊ മാവേലി താങ്ക് യു. ഇനി നാളെ ഇതുപോലത്തെ ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. ഇന്ന് രാത്രി നിങ്ങളെ ട്രീറ്റ് ചെയ്ത് റെഡി ആക്കി തരും. വേറൊരു കാര്യം അറിയോ? ഒരു ആന്റി ഇവിടെ വന്നിട്ട് പറഞ്ഞു, എന്നെ വഴക്ക് പറഞ്ഞു. സത്യമായിട്ട് ആദ്യമായിട്ട് എനിക്ക് എക്സിബിഷന് വഴക്ക് കിട്ടുന്നത്. ജെഫ്രിന് അങ്ങനെ വാങ്ങിക്കൊടുക്കരുത്, ജെഫ്രിന് എന്തൊക്കെ കഴിക്കണത് ദില്ലു അല്ലേ ശ്രദ്ധിക്കണ്ടേ. ജെഫ്രിന് അങ്ങനെ ദില്ലുവിന് വേണ്ടി കഴിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കും. ദില്ലു ആണ് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ. ഞാൻ കാര്യമായിട്ട് പറയാണ്, ജെഫ്രിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ തന്നെ ദില്ലു വാങ്ങി തരുന്നൊന്നും കഴിക്കരുതെന്ന്. 2 വഴക്ക് ഇട്ടിട്ട് ഞാൻ പോയതേ ഉള്ളൂ. ഭയങ്കര സ്നേഹം ജെഫ്രിനോട് എല്ലാരും. പ്രിയ ജെഫ്രി വന്നപ്പോ ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഇനി മാവേലിയായിട്ട് വന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വന്നാണ്. മാവേലിയുടെ ആവശ്യം കഴിഞ്ഞു. ഇനി പട്ടിണി ഇല്ല. എനിക്കൊരു ഫോട്ടോ ഉണ്ട്, എനിക്കത് മാത്രം കൊട കൊണ്ടുവന്നിട്ടുണ്ട് കൂടെ. അതെ, നമ്മുടെ ആവശ്യം കഴിഞ്ഞല്ലോ. എന്താ എനിക്കൊരു ഫോട്ടോ കിട്ടി. മണ്ണം കൂടിപ്പോയി. ചരിത്രത്തില് കിട്ടാത്തൊരു ഫോട്ടോ. എന്താ പ്രിയ എന്നെ തൊഴുതു. എനിക്ക് ആ ഫോട്ടോ മതി. ഈ വേഷം കെട്ടിയതിനുള്ള വേണ്ട എനിക്ക്. മാവലി ചിക്കൻ ബേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത അഭിപ്രായം പറ. ഇത് കഴിഞ്ഞിട്ടാണ് പറയാനില്ല അല്ലേ? ഇത് പുതിയ ഐറ്റമാ. ഒന്നും പറയാനില്ല. ആസ്യൂഷ്വൽ പുതിയതാണെങ്കിലും അടിപൊളിയാവും. അടിപൊളി സാധനമാണ്. ഇത് ചിക്കൻ ബേക്ക് ആണ്. പക്ഷെ ജയിലിത്തടെ കുനാഫ ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് എന്റെ ഒരു ഫേവറേറ്റ് സംഭവമാണ്. അവരുടെ എല്ലാം ഫേവറേറ്റ് ആണ്. കൊള്ളാല്ലേ സംഭവം. ഗൈസ്, സോ ഫസ്റ്റ് ഡേ റാപ്പ് അപ്പ് ആവാറായി. ജസ്റ്റ് വോണ്ട് ടു സേ താങ്ക് യു തൃശ്ശൂർ. നമുക്ക് അധികം ഒന്നും വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ കുറച്ച് നമ്മൾ ബിസി ആയി പോയി. നാളെ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും.
നമുക്ക് വരുന്നവരും കുറച്ച് ബ്രാൻഡ്സിനൊക്കെ നമ്മൾ കാണിക്കാം. പറ്റുമെങ്കിൽ കുറച്ചുപേരും കൂടെ കാണിക്കാറുണ്ട്. ഫസ്റ്റ് ഡേ വരാൻ പറ്റാത്തവരുടെ കുറച്ച് വീഡിയോസും കൂടെ ഉണ്ട്. പ്രിയ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കുറച്ച് ബിസി ആയിപ്പോയി. എന്തായാലും ഫസ്റ്റ് ഡേ താങ്ക് യു തൃശ്ശൂർ ഫോർ ഓൾ യുവർ സപ്പോർട്ട്. 8 മണി വരെ ഉള്ളൂ എക്സിബിഷൻ. പക്ഷെ എന്നാലും നമ്മൾ ആൾക്കാർ പോകാതെ നമ്മൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കില്ല. എന്തായാലും ഞങ്ങൾ ആക്ച്വലി എക്സ്പെക്റ്റേ ചെയ്തില്ല. അതായത് തൃശ്ശൂർ രാത്രിയൊന്നും അധികം ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലല്ലോ. പക്ഷേ ഏറ്റവും നമ്മളൊരു 9 വരെയൊക്കെ ആൾക്കാർ വന്നാലും നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കാനാണ് പ്ലാൻ. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു ഇത്രയും ലേറ്റ് ആയിട്ടും ആൾക്കാർ വരുന്നത്. നല്ല റഷ് ഉണ്ടായിരുന്നത്. ക്ലോസിംഗ് ആയി. ഇപ്പൊ വീഡിയോ എടുത്തില്ലെങ്കിൽ ഇനിയിപ്പോ എടുക്കാൻ നടക്കില്ല. നാളത്തെ കാര്യം പറയാൻ പറ്റില്ല. നമ്മുടെ ബ്രാൻഡ് വന്നിട്ട് രാഗ ബൈ ആമി എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇവിടെ എല്ലാ സിംഗിൾ 1 പീസസേ ഉള്ളൂ. എല്ലാം ഹാൻഡ് പിക്ഡ് പീസസ് ആണ്. മെറ്റീരിയൽ ആണോ? മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അൺസ്റ്റിച്ച്ഡ് ഫാബ്രിക്. അതായത് സൽവാർ സെറ്റ് മെറ്റീരിയൽ. ഓക്കെ, അതായത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് രാജസ്ഥാനിൽ പോയി സോഴ്സ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. 1 ഓഫ് പീസേ ഉള്ളൂ. ഒറ്റ പീസസേ ഉള്ളൂ. എക്സ്ക്ലൂസിവിറ്റിയുടെ നമ്പർ 1 ആയിരിക്കും കേട്ടോ. അതെ, ഇതിപ്പോ ടോപ്പ് ആണെങ്കിൽ ഇത് ദുപ്പട്ട ആൻഡ് ദിസ് ഇസ് എ ദുപ്പട്ട ആൻഡ് ഇതൊക്കെ ഓൺലൈനിൽ കാണില്ലേ? ഓൺലൈനിൽ കാണും. ഓൺലൈനിലെ പേജ് ആണ് രാഗ ബൈ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കാം. ബ്രാൻഡ് പേര് എന്തായിരുന്നു? ആമി. രാഗ ബൈ ആമി. ഓക്കേ. അപ്പോൾ ഇതിന്റെ എക്സ്ക്ലൂസിവിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സിംഗിൾ പീസസ്. ഇവർക്ക് സാരീസും ഉണ്ട് അല്ലേ? കോട്ടൺ സാരി, കോട്ട സാരീസും ഉണ്ട്. ഇതെല്ലാം കോട്ടനാ? These are all like very lovely. Oh sorry, lovely pieces. Yeah, this is what fabric? Chanderi silk fabric. Very soft and nice. ഓക്കേ. സോ എക്സിബിഷന് വരാൻ പറ്റാത്തവര് ഓൺലൈനിൽ കൂടെയും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യാം. അതെ, ഓർഡർ ചെയ്യാം. ഇവിടെ നിങ്ങൾ വന്ന് ഇത് തൊട്ട് നോക്കുമ്പോഴേ ആ ഫാബ്രിക്കിന്റെ ആ ക്വാളിറ്റി മനസ്സിലാവുള്ളൂ. എനിക്ക് അധികം അറിയില്ല, പക്ഷെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. പ്രോഡക്റ്റ് നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇരുന്ന് പോയത്. പക്ഷെ ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇത് ചെരുപ്പിന്റെ ഇവര് മാനുഫാക്ചറേഴ്സും കൂടിയാണ്. സോ അത് ചേച്ചി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. ചേച്ചി ഇതിനെ കുറിച്ച് ഒന്ന് പറയുമോ? ഇതിന്റെ മെറ്റീരിയൽസ്, ഇതിന്റെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ്. ഇത് ജെനുവിൻ ലെതർ ആണ്. ഓക്കെ. ഞങ്ങളുടെ ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ ലൂജ് എന്നാണ് ചെയ്യുന്നത്. ഓക്കെ. ഇത് ജെനുവിൻ ലെതർ ആണ്. ഇതിന്റെ അപ്പർ പാർട്ടും ലെതർ, ലൈനിങ് പാർട്ട് ലെതർ, പിന്നെ ഇതിന്റെ ഫുഡ് ബെഡ് ലെതർ, എല്ലാം ലെതർ ആണ്. പിന്നെ ഇത് സോള് നമ്മൾ സാധാരണ പിയുവിന്റെ ഉണ്ട്. അതിൽ നമുക്ക് കോർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ്. കോർക്ക് പോലെ. കോർക്ക് ഇത് ലേഡീസിന്റെ മാത്രമാണ്. ജെന്റ്സിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൺ ബ്രാൻഡിൽ തന്നെ നമ്മൾ ചെയ്യിക്കുന്നതാണ്. ഇത് ആഗ്രയിൽ കൊടുത്ത് നമ്മൾ ചെയ്യിച്ച നമ്മുടെ ആഗ്രയിൽ സോള്. ഇത് ജെന്റ്സിന്റെ ആണ്. നൈസ്. ഇതൊരു ബർക്കിൻ സ്റ്റോക്കിന്റെ ഒരു പാറ്റേണിന്റെ ഇൻസ്പിറേഷൻ ആണ്. പക്ഷെ എനിക്ക് ലേഡീസിന് എസ്പെഷ്യലി നമുക്ക് കസ്റ്റമൈസേഷൻ പല രീതിയിൽ ചെയ്യാവുന്ന. ഇത് ഫ്ലാറ്റ് ഫുട്ട് ആണെങ്കിൽ ഫ്ലാറ്റ് ഫുട്ട്, വൈഡ് ഫുട്ട് ആണെങ്കിൽ വൈഡ് ഫുട്ട്, കൂടുതൽ കുഷനിങ് വേണമെങ്കിൽ കൂടുതൽ കുഷനിങ്, എല്ലാം ഇവരുടെ വെബ്സൈറ്റ് വഴി ചെയ്യാം. ഈവൻ കളർ കസ്റ്റമൈസേഷൻസ് ഉണ്ട്. ഇതിന്റെ കണ്ട പ്യുവർ ലെതർ ആണ്. സോ നമ്മളെ ഫീറ്റിൽ തൊടുന്ന എല്ലാ പാർട്ടും ലെതർ ആയിരിക്കും. സോ വേറെ സിന്തറ്റിക് മെറ്റീരിയൽസോ അങ്ങനെയൊന്നും ഇല്ല. ഉള്ളി തിങ് ബി കെയർഫുൾ ബിക്കോസ് ലെതർ ആണ്, അധികം നനയാൻ പാടില്ല. ബട്ട് സർപ്രൈസിങ് തിങ് ഇസ് ഹൗ ലൈറ്റ് വെയിറ്റ് ഇറ്റ് ഇസ് ലൈറ്റ് വെയിറ്റ്. അത്യാവശ്യം കുഷനിങ്ങും ഉണ്ട് ആൻഡ് നല്ല ട്രാക്ഷനും കിട്ടുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ് താഴെ വന്നിരിക്കുന്നത്. സോ യു ഹാവ് ലോട്ട് ഓഫ് വെറൈറ്റീസ് ആൻഡ് ഓപ്ഷൻസ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇവരുടെ ഓൺലൈനിൽ ഇത് QR കോഡ് സ്കാൻ ചെയ്താൽ പോവാം. അല്ലെങ്കിൽ ഇപ്പം കസ്റ്റമൈസേഷൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ കാലിന് ഒരു കിട്ടാത്ത സൈസാണ്, അല്ലെങ്കിൽ വൈഡ് ഫുട്ട് ആണെങ്കിൽ അങ്ങനെയൊക്കെ കസ്റ്റമൈസ് ചെയ്യാം. സോ ഡെഫിനറ്റ്ലി യു ചെക്ക് ദിസ് പേജ്. അതാണ് ഒരു 1000 സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര വരും? 1399 ടു 1000 എത്ര നിൽക്കുന്നത്? 199. മാക്സിമം 2000 മുകളിലുള്ളൂ പ്യുവർ ലെതർ മെറ്റീരിയൽ. അത് ഇവർ മാനുഫാക്ചറേഴ്സ് ആയതുകൊണ്ടാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദ വെരി ഇൻട്രസ്റ്റിംഗ് പ്രോഡക്ട്സ് ഇൻ അവർ ഫ്ലീ മാർക്കറ്റ്. പ്രിയ ഇട്ടത് തന്നെയാണ് ഇത്തവണത്തെ മാസ്റ്റർ പീസ്. കറക്റ്റ് സാധനം എടുത്തു. നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ ഗുണം എന്താണെന്നറിയോ? ഇതിന്റെ കൂടെ ഇടാം, സാരീസിന്റെ കൂടെ മാച്ചാണ്, ജീൻസും എല്ലാത്തിനും കൂടെ മാച്ചാ. നല്ലതാ. ലുക്സ് നൈസ് ഓൾസോ. ഇന്നത്തെ ഡേ വൈപ്പ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് സൈനിത്ത നമുക്കൊരു ഗിഫ്റ്റ് തന്നിട്ടാണ് പോയത് അല്ലേ? ഉണ്ടോ? ഇപ്പൊ ഇറങ്ങും. ഇന്ന് ഒരു ദിവസമേ ഉള്ളൂ സൈനിത്ത. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അല്ലേ? ഫുള്ള് തീർന്നു, കുറച്ച് ബാക്കി വന്നാൽ അത് ഇതേപോലത്തെ ചെറിയ സ്വീറ്റ്സ്. അത് പിന്നെ അവർക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കാമല്ലോ. അവർക്ക് ഇവിടെ നിൽക്കാൻ അതില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്നും കൂടെ നിന്നെങ്കിൽ നാളെ ഫുൾ സോൾഡ് ഔട്ട് ആയതിന്.
തൃശ്ശൂരുകാർ എവിടെ ഒരാള് പാലക്കാട്ടിൽ നിന്ന് വന്നു സൈന്യത്തിനെ വിളിച്ചു പറഞ്ഞിട്ട് ആണോ തൃശ്ശൂരിലുണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. ആ ആണോ വന്ന് വാങ്ങിയിട്ടും പോയിന്ന്. ആണോ അതൊക്കെയാണ് ഫുഡിനോടുള്ള സ്നേഹം. അപ്പൊ ഓക്കെ ഡേ 1 അടിപൊളി. സോ ഡേ 2 വിൽ റോക്ക്. ഇതിനും അടിച്ചു പൊളിക്കാം. ഓക്കെ അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. അതാണല്ലോ പിന്നെ എപ്പ നോക്കിയാലും ചിന്ത. ആ ആന്റീനെ വഴക്ക് പറയും കേട്ടാ. ഒരു ആന്റീനെ വഴക്ക് പറഞ്ഞില്ല ജെഫ്രിന് ഫുഡ് കൊടുക്കുന്നതിന്. ആ ഞാൻ പറഞ്ഞ എന്നെ പൊന്ന ആന്റി ഒന്ന് ജെഫിനെ നേരിട്ട് കണ്ടു പറ. അത് ഞാൻ വിശക്കുണ്ട്. അപ്പൊ മറ്റു സംഭവം പറ. ഏത് Stay healthy. അത് അത് ഇല്ല, ഇനി നാളത്തെ ഉണ്ട് കൂടെ സ്റ്റേ ഹെൽത്തി പറയാം. ഇല്ല. ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ഫൈനൽ ഡേ ഓഫ് OHF ഫ്ലീ മാർക്കറ്റ് സീസൺ 2. ഷർട്ട് അടിപൊളിയല്ലേ? ഇത് നമ്മുടെ സ്ക്യൂന്റെ പുതിയ കളക്ഷൻ ആണ്. സോ ഇത് കഴിഞ്ഞിട്ട് പക്ക ഓണം വൈബ് അല്ലേ? ഓണം വൈബ് മാത്രമല്ല, ഇതൊക്കെ എല്ലാത്തിനും കൂടെ ഇടാം കേട്ടോ. ഞാൻ ഒരു പാൻസ് ഇട്ടിരിക്കുന്നത്, ഞാൻ ഫുൾ ലെങ്ത് വീഡിയോ എടുപ്പിക്കാം. സോ ദിസ് ഇസ് അവർ ഡേ 2 ഓഫ് OHF ഫ്ലീ മാർക്കറ്റ് തൃശ്ശൂർ. ഫസ്റ്റ് സീസൺ 1 ആണ് തൃശ്ശൂരിൽ. സോ ക്രൗഡ് എങ്ങനെയുണ്ടെന്ന് പോയി ചെക്ക് ചെയ്യണം. വെരി നെർവസ് ആൻഡ് എക്സൈറ്റഡ്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ. ബട്ട് ഇന്നലത്തെ റിസൾട്ട് കൊണ്ട് വി ആർ വെരി ഹാപ്പി. ഇന്നും കൂടെ അങ്ങനെ ഉണ്ടായാൽ മതിയായിരുന്നു. സിംബാബ്വേയിലായിരുന്നു 12 ഇയേഴ്സ് കഴിഞ്ഞ് വന്നതാണ്. അവിടെ മലയാളീസ് ഇല്ല, നെയ്ബേഴ്സ് കൊറിയനും ചൈനീസും ആയിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോസും സുജിത്തിന്റെ വീഡിയോസും കണ്ടിട്ടാണ് മോൻ വളർന്നത്. എന്നെ വന്നപ്പോ തന്നെ വേദൂന്റെ അപ്പ, ഇത് അപ്പാപ്പനും അമ്മാമ്മയെന്ന്, ഡാഡിയും മമ്മി. അതുപോലെയാണ് കണ്ടു വളർന്നതെന്ന്. സിംബാബ്വേന്ന് നിർത്തി വന്നതാ. നമ്മുടെ അടുത്ത എക്സിബിഷന് ചുറോസ്, ബ്രൗണീസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പാലക്കാടിലാണ്. ഞങ്ങൾ പാലക്കാട് വരും അതിന് മുമ്പ്. അപ്പൊ ഇതൊക്കെ കിട്ടുവോ? എല്ലാം ഉണ്ടാക്കി തരുമോ? ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ട് അതേ. ആ കുഴപ്പമില്ല, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓക്കെ, അടുത്ത എക്സിബിഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പൊ ഡേ 2 എനിക്കൊന്ന് പ്രിയ ഏറ്റവും കൂടുതൽ ഒരുങ്ങിയിരിക്കുന്ന ഒരു എക്സിബിഷൻ ഇതായിരിക്കും കേട്ടാ. ഇത്രയും എഫേർട്ട് എടുത്തിട്ട് നോക്കിക്ക് ഇന്നും പ്രാണയുടെ ഒരു സ്പെഷ്യൽ ഓണം ഡ്രസ്സൊക്കെ ഇട്ടാണ് പ്രിയ വന്ന് നിൽക്കുന്നത്. രാവിലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട്, പ്രിയ സുന്ദരിയായിട്ടുണ്ട്. ഇവര് രണ്ടുപേരും ഒരു എഫേർട്ടും ഇടാറില്ല കേട്ടോ ഡ്രസ്സിങ്ങിന്. വന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയി, അത്രേ ഉള്ളൂ. അറിയോ, ഇവിടെ വന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയി നമ്മളറിയാതെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ പ്രിൻസിനെ വിളിച്ചപ്പോ ചേച്ചി ഞാൻ തിരിച്ച് കഴിച്ചിട്ട് തിരിച്ചു പോയി. നമ്മൾ എന്താ അല്ല വാഷ്റൂം പോണാണ്. ഞാൻ ഇവിടെ ഹോട്ടലിൽ വാഷ്റൂമില് അതല്ല ചേച്ചി, കഴിച്ചിട്ട് ഞങ്ങൾ അവരുടെ ഹോട്ടലിൽ പോയിരിക്കുന്ന വാഷ്റൂമിൽ. അപ്പൊ എന്തോരം കഴിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും അവിടെ പോയി മലന്ന് കിടക്കണം, അത് തന്നെ. ഇല്ല സിനിമ കണ്ട ഒരു ദിവസത്തേക്ക്. ഇന്നലെ നമ്മുടെ ജൈനത്തെ വന്നെങ്കിൽ ഇന്ന് സ്നാക്ക് സ്റ്റോറിയാണ് നമ്മുടെ ഷറഫ ഫുഡ്. സോ അവരുടെ എല്ലാ മെയിൻ ഐറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ട, ഇത് ബീഫ് കീമയില്ലേ, നമ്മുടെ ഒരു ബീഫ് കീമയില് പഴം നിറച്ചതിന്റെ അകത്ത് ബീഫ് കീമ. സോ ഇൻസ്റ്റെഡ് ഓഫ് കോക്കനട്ട് കൂടുതൽ ഇതാ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ, ബീഫാണ്. യൂണിക്കാണല്ലോ. അതല്ലാതെ നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ഉള്ളത് ചീസി കല്ലുമ്മക്കായ ഉണ്ട്. പ്രിയ രാവിലെ തന്നെ കഴിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അല്ല, ബീഫ് പഴം നിറച്ചത്. പ്രിയക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അമ്മയാണ് കണ്ടിട്ട്. പ്രിയ കൊറേ അമ്മയും മോളും ആണ്. മോൻ എത്രയായില്ല? ഡിഗ്രി. ഞങ്ങളോട് പറഞ്ഞു മോൻ ഭയങ്കര ഫാനാന്നൊക്കെ പറഞ്ഞപ്പോ ശരിക്കും ദില്ലുവിനെ കാണാൻ അവന് ഭയങ്കര വിഷമം വരാത്തോണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വെച്ച് വേദുവിന്റെ പ്രായമാണ്. പിന്നെ പറഞ്ഞ മോൻ എന്ത് ചെയ്യാ ഡിഗ്രിയില് ഡൽഹിയില്. ഞാൻ വെച്ച് ഇത്രയും വലിയ പയ്യന്റെ കാര്യമാണ്. മോളാണെങ്കിൽ ലണ്ടനിലൊക്കെ പഠിച്ചു വന്നിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ വേദുവിനെ പോലത്തെ ഒരു കുട്ടിയുടെ അമ്മയെന്ന് പറയുള്ളൂ കേട്ടാ. വേണ്ട, പറയില്ല. നല്ല റഷുണ്ട് കേട്ടോ ഇന്ന് സൺഡേ. ഗുഡ് ഡേ. വേദു ആരാ വന്നിരിക്കുന്നത്? എന്താ മോനെ രാവിലെ വരാത്ത? ഇനി ഹാപ്പിയോ? പ്രസവിക്കാൻ വരെ പറഞ്ഞു. അതെ. അമ്മ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വേഗം ബോയോ ഗേളോ താന്നു. അവൻ ഈ പ്രായത്തില് കുട്ടിയെ വേണം, ഞാൻ ഈ പ്രായത്തിൽ പ്രസവിക്കാൻ പറ്റുമോ? ഇനിയിപ്പോ കളിക്കുക, അവരിപ്പോ പോവും കേട്ടാ. എന്തായി വ്ളോഗൊന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ലല്ലോ. അടുത്ത എക്സിബിഷൻ അനൗൺസ് ചെയ്യണ്ടേ? അപ്പൊ എന്തായാലും തൃശ്ശൂരില്
കൺക്ലൂഷൻ. ഇപ്പൊ തന്നെ ഞാൻ ഓരോ സ്റ്റാളിൽ പോകുമ്പോൾ അവർ തന്നെ ബ്രാൻഡ് ഓണേഴ്സിന് മാം അടുത്ത എക്സിബിഷൻ ഞാൻ ഇപ്പോഴേ പാർട്ടിസിപ്പേഷൻ ഞാൻ ഡേറ്റും ഫിക്സ് ചെയ്തിട്ടുള്ള ഓളം കിട്ടിയിട്ട് ഈ വ്ളോഗിന്റെ അവസാനം നമ്മൾ ഡേറ്റ് അനൗൺസ് ചെയ്ത് എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാൻ ആപ്പിൾ ടൈമും നമ്മൾ മാർക്കറ്റിങ്ങും പബ്ലിസിറ്റിയും ചെയ്ത് ഇപ്പോഴേ തുടങ്ങാമല്ലോ. ക്രിസ്മസ് ആണ് ഞങ്ങളുടെ അപ്പൊ മെയിൻ നമ്മുടെ കൊച്ചിയിൽ വരാൻ പോയായിരിക്കും. ഡേറ്റ് വ്ളോഗിന്റെ അവസാനം അനൗൺസ് ചെയ്യാം. ഓക്കെ, എന്തായാലും കാണുക. എന്തായാലും താങ്ക് യു തൃശ്ശൂർ അല്ലേ, എല്ലാവരും വന്നതിനും താങ്ക് യു. നമ്മളെ സപ്പോർട്ട് ചെയ്തതിനും ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ ഫാമിലീസ് ആണെങ്കിലും എല്ലാവരും. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 3 hours കൂടെ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും ആളുടെ നമ്മുടെ ഫ്രണ്ടാണ്, ഷീസ് ഇൻഫ്ലുവൻസർ. ആളുടെയൊക്കെ വന്ന് നമ്മുടെ ഇവന്റ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എവ്രി വൺ കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് എല്ലാവരും വന്നു. വെരി വെരി ഹാപ്പി. ഇനി നേരെ നമുക്ക് പോയി സ്നാക്സ് കിട്ടുമെങ്കിൽ സ്നാക്സ് നോക്കണം. കണ്ട സ്നാക്സ് നോക്കണം. ജെഫ്രി ഒന്നത്തെ പകുതി വിറ്റു, പകുതിയും കൂടെ തീർത്ത ഊട്ടിയിലേക്ക് പോവാം. ജെഫ്രിനല്ലേ ഒരു ആത്മാർത്ഥതയില്ല കേട്ടോ ജെഫ്രിന്. പണിയെടുക്കാൻ പറഞ്ഞു അപ്പൊ ഓടും. എക്സിബിഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്ന ബ്രാൻഡ് വീവ്സ് ബൈ ധന്യ എന്നാണ്. ഇവർക്ക് കൂടുതൽ സാരീസും ഫാബ്രിക്സും എന്താണ് ഇമ്പോർട്ടൻസ് ഈ ബ്രാൻഡിന്റെ? നമ്മുടെ മഹേശ്വരി എന്നൊക്കെ വീവ് ചെയ്ത് കൊണ്ടുവരുന്നതാണത്. ഹാൻഡ് വീവ് ആണ് എല്ലാം. ഓക്കെ, കസ്റ്റമൈസ്ഡ് ആയിട്ട് വരുന്നത്. കലങ്കാരി കോട്ടന്റെ ഉണ്ട് അല്ലേ? മൾ കോട്ടണിന് കലങ്കാരി പ്രിന്റിൽ വരുന്നതാണ്. ഇത് നമ്മൾ ഡയറക്റ്റ് ഗുജറാത്ത് പോയിട്ട് ഹാൻഡ് പിക്ക് ചെയ്ത് വരുന്നതാണ്. ഓൺലൈനിലും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട്. നമുക്ക് ബനാറസി നന്നായിട്ട് പോവാറുണ്ട്. ബനാറസി നമ്മുടെ ഒരു ബ്രാൻഡ് തന്നെയാണ്. ബനാറസിയിൽ വരുന്നതാണിത്. നമ്മൾ ബനാറസിൽ പോയിട്ട് തന്നെ എടുത്തിട്ടുള്ളതാണ്. മീനാക്കരിയിൽ വരുന്നതാണ് ബനാറസിയിൽ. അതെ അതെ, നല്ല ഭംഗിയുണ്ട്. നല്ല പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്നതാണ്. ലൈറ്റ് വെയിറ്റും ആണ്. ലൈറ്റ് വെയിറ്റ് മീനാക്കാരി എന്ന് പറയും. മീനാക്കാരി വർക്ക് അല്ലേ? ഓക്കെ, ബനാറസി ഫാബ്രിക്കില് മീനാക്കാരി വർക്ക്. ഇതൊരു 25-30 റേഞ്ചിലേക്കൊക്കെ വരും. ആണല്ലേ? ബനാറസി ഫാബ്രിക് എക്സ്പെൻസീവ് ആണ്. മീനാക്കാരി വർക്കും കൂടെ വരുമ്പോ കുറച്ചും കൂടെ എക്സ്പെൻസീവ്. ഓരോ വർക്കിനനുസരിച്ചാണ് ഓൺലൈൻ അവൈലബിൾ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID പേജ് ഉണ്ട്. നമ്മൾ ഓൺ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് നമുക്ക് ഗുരുവായൂർ. ഇവിടെ വരാൻ പറ്റാത്തവർ ഇവരുടെ വീവ്സ് ബൈ ധന്യ ഓൺലൈൻ പേജിൽ കൂടുതൽ കളക്ഷൻസ് നിങ്ങൾ ചെക്ക് ചെയ്ത് ഓർഡർ ചെയ്യുക. ആരാ നിൽക്കുന്നതെന്നുണ്ട് ഷോപ്പില്? ഇത് ഹെർമാട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അങ്ങോട്ട് കയറിയിട്ടില്ല, കുറച്ച് തിരക്കാണ്. ഷോപ്പിലുള്ള ബ്രാൻഡാണ്. സോ ഇവിടെ വരാൻ പറ്റാത്തൊരു ഷോപ്പിലേക്ക് വന്നാൽ മതി. നല്ല സൽവാർസാണ്. ഷോപ്പിലൊരു ഹൈ സെല്ലിംഗ് ബ്രാൻഡാണ്. അവിടെ നിൽക്കുന്ന ആള് മേരിയാൻ്റെ അമ്മ. അന്തും മേരിയാനും വന്നില്ലെങ്കിൽ ആന്റിക്ക് ഞങ്ങളോട് സ്നേഹമുണ്ട്. ആന്റിനെ വിളിച്ചിട്ട് ഹായ് പറ. ഇനാറ കിഡ്സ് എന്ന് പറഞ്ഞ കുട്ടികളുടെ ബ്രാൻഡാണ്. വേദുവിന് ഇതുപോലത്തെ ഒരു ബോട്ടിൽ ഉണ്ട്. ആക്ച്വലി ഇവർക്ക് സ്റ്റാൻലിയുടെ ടംബ്ലേഴ്സ് ഉണ്ട്. സോ ദാറ്റ്സ് ക്വൈറ്റ് റെയർ ടു സീ. സ്റ്റാൻലിയുടെ ടംബ്ലേഴ്സ് ഉണ്ട്. പിന്നെ ലബൂബു, ഓൾ ടൈം ട്രെൻഡിങ് ലബൂബു സാധനങ്ങളുണ്ട്. വേദു തന്നെ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ കുറെ സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട്. എസ്പെഷ്യലി ഇതുപോലത്തെ ക്യൂട്ട് ആയിട്ടുള്ള പെൻ. ഇതൊക്കെ കുറെ ആൾക്കാർ എടുക്കുന്നുണ്ട് കേട്ടോ. വേറെ കുറെ യുണീക്ക് ആയിട്ടുള്ള സംഭവം ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഓൺലൈൻ പേജിലില്ലേ, എല്ലാത്തിലും ഓൺലൈനിലുണ്ട്. എന്താ തപ്പുന്നത്? ഇതോ എന്താ? ഇത് നല്ല ടൈം പാസ്സാ. ഇത് അത് കറക്റ്റ് ഷൂട്ട് ചെയ്ത് ബോളിൽ അതിൻ്റെ അകത്തേക്ക് ഇടണം. അത് വീടില്ല. അപ്പൊ പേഷ്യൻസ് വേണം ഇതിന്. സോ ഇവർക്ക് ഇങ്ങനെ കുറെ ക്യൂട്ട് സാധനങ്ങളുണ്ട്. ഇത് ഇവരുടെ കാർഡാണ്. ഇത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് നേരെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പോവാം. കുട്ടികൾക്കുള്ള എസ്പെഷ്യലി ഇതുപോലത്തെ ബാഗ്സ് ഒക്കെ ഇല്ലേ, ബാഗ്സ് കുറെ ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും കിട്ടുന്നതായിരിക്കും. സ്കൂൾ ഫാക്ടറി, സ്കൂളിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു കളക്ഷൻസ് ഉണ്ട്. സ്റ്റേഷനറീസ് ആണെങ്കിൽ ഇറേസേഴ്സ്, റബ്ബേഴ്സ്, പെൻസിൽ ബോക്സസ്, അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അത് ഇവരുടെ ആയിരുന്നോ? ഒരു ചോക്ലേറ്റ് ഡയറി. അതെ അതെ, ഇത് വേദന ഇപ്പോഴും ഉണ്ട്. ഇത് സ്മെല് ചെയ്താ ശരിക്കും ചോക്ലേറ്റിന്റെ. അത് പെട്ടെന്നൊന്നും പോത്തുമില്ല അല്ലേ? നമ്മൾ വാങ്ങിയിട്ട് എത്ര കാലമായി, എന്നിട്ടും ഇതുപോലത്തെ സ്മെല്ലുണ്ട്. ശരിക്കും ചോക്ലേറ്റ് സ്മെല്ലാണ് ഈ ഡയറിക്ക്. അതെ, നല്ല സാധനമാണ്. ജെഫ്രിന്റെ മുമ്പിൽ കൊണ്ടുപോണ്ട. അതെ, ഇപ്പൊ ഇറങ്ങും മാവേലി. അങ്ങനെ
ഇന്നത്തെ ദിവസത്തിലേക്ക് മാവേലി ഇറങ്ങിയിട്ടുണ്ട്. വെർസാച്ചെ കണ്ണാടി വെച്ചോണ്ട്. ഇപ്പൊ വന്നവർക്ക് കാണാം. അതെ, ഭയങ്കര റയർ ആയിട്ടാണ്. അപ്പൊ നോക്കട്ടെ എന്തായിരിക്കും റിയാക്ഷൻ ആൾക്കാരുടെ. ഇതൊക്കെ ചിരി വരുന്നുണ്ട് കേട്ടാ. വന്ന് ഓടിയേ. ഇതാണ് ഫസ്റ്റ് റിയാക്ഷൻ. പല വേഷവും കിട്ടും. ഓക്കെ അല്ലേ? എങ്ങനെയുണ്ട് ഞങ്ങളുടെ മാവേലി? പിള്ളേരെയൊക്കെ പേടിപ്പിക്കരുത് കേട്ടാ. കൊട എടുക്ക്. പ്രിയ വന്നിട്ടുണ്ടെന്ന്. മറ്റേ വർഷാശയുടെ കണ്ണാടി വെക്കുള്ളൂ. പേടിപ്പിച്ച ആൾ അല്ലേ? ആ, പേടിപ്പിച്ച ഞാൻ എടുത്തോളാം. ഞങ്ങള് പറഞ്ഞോളൂ ചേട്ടന്റെ കാര്യം. കറക്റ്റ് ടൈമിന് എത്തിയത്. ആണോ? ആ, ഇല്ല, ഇന്ദ്രേട്ടനുണ്ട്. ആർക്കും നമ്മളെ വേണ്ട അല്ലേ? ഓ ഓ, 500 രൂപയാണ് ഒരു ഫോട്ടോയ്ക്ക്. അതെ, ഏറ്റവും ബെസ്റ്റ് എന്താ അറിയോ? മാവേലിനെ ഇരുത്തിയിട്ട് ഒരു ടിക്കറ്റ് കൗണ്ടർ. അതെ, ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ 100. അതെ, അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു. അതെ, അത് കണ്ടുപിടിച്ചു അല്ലേ? ബെസ്റ്റ് ഫ്രണ്ടിനെ. എല്ലായിടത്തും ഇത് തന്നെയാണ് കേട്ടാ. ആ തിരക്കിന്റെ ഇടയിൽ കൂടെ പോയി ഒന്ന് ഫൈനലായിട്ട് അതൊന്ന് കൊടുത്ത് തീർക്കുക. രണ്ടും ഇതും കൂടെ ഉണ്ട്. കുട്ടികളെ ഏത് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കുക. എല്ലാരും വഴി എന്താ പറയുക, എന്തൊരു ബഹുമാനം ആൾക്കാർക്ക്. കുട്ടികളാരും ഇല്ലല്ലോ. ഞാൻ തന്നെ ആയിരിക്കും. ആ, ഇഷ്ടപ്പെട്ട് കൊടുത്തോ. ആ, ആദ്യമേ ഒന്ന് പേടിച്ചു. മോനും കൂടെ കൊടുത്തോ. തീർന്നു, ഇനി എസ്കേപ്പ് ചെയ്തോ. സോ മാവേലി, താങ്ക് യു. ഇനി അടുത്തത് നമുക്ക് ക്രിസ്മസിന് കാണാം, അടുത്ത വേഷത്തില്. ഇനിയൊന്നുമില്ല, പോയി മാറിക്കോ. ഈവ വേപ്രിയയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ 20 years. ഈവയുടെ അമ്മ മിക്കവർക്കും അറിയായിരിക്കും. ഇത് ഈവയുടെ ഹസ്ബൻഡ് പ്രദീപ്. പ്രിയ, പരിചയപ്പെടുത്ത്. ആ, ഇത് എന്റെ 20 years ആയിട്ടുള്ള, നിങ്ങൾ വ്ളോഗിലൊക്കെ കേട്ടിട്ടുണ്ടോ? എന്റെ ഫ്രണ്ട്, ഒരേ ഒരു ഫ്രണ്ട്, ബോംബെയിലെ ഈവയുടെ ഹസ്ബൻഡ് പ്രതീഷ് സിനിമാറ്റോഗ്രാഫർ ആണ്. കുറെ ദുൽഖർ സൽമാന്റെ ഒക്കെ വലിയ സിനിമ ഒക്കെ ചെയ്തിട്ടുണ്ട്. വലിയ സിനിമാറ്റോഗ്രാഫർ ആണ്. പിന്നെ ക്ഷേമാവതി ആന്റി തൃശ്ശൂരുകാർക്ക് അറിയാതിരിക്കില്ലല്ലോ. കലാമണ്ഡലം ക്ഷേമാവതിനെ അറിയാത്ത ആരല്ല, ഈവയുടെ അമ്മയാണ്. ഈവയുടെ അച്ഛൻ പവിത്രൻ സാറ്, ഡയറക്ടർ പവിത്രൻ എല്ലാവർക്കും അറിയായിരിക്കും. പവിത്രൻ സാറിന്റെ മോളാണ് ഈവ പവിത്രൻ. അതെ. ഇനി ഇതിന്മേലെ എന്ത് ഇൻട്രൊഡക്ഷൻ ഇനി അടുത്ത ന്യൂ ഇയറിൽ ഒരുമിച്ച് ഇൻട്രൊഡക്ഷൻ ചെയ്യേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അനശ്വര മിഠായിസ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇവര് മെയിൻലി ഡീൽ ചെയ്യുന്നത് സാരീസ് തന്നെയാണ്. അപ്പൊ എന്താ സ്പെഷ്യാലിറ്റി ഇതില്? നമുക്ക് കൂടുതൽ കോട്ടൺ സാരീസ്, പിന്നെ നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ ഈസി ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള സാരീസ് ആണ്. ഓക്കെ ഓക്കെ, ലൈറ്റ് വെയിറ്റ് സാരീസ് ആണ് കൂടുതലുള്ളത്. നമുക്ക് നാരായൺപേട്ട് കോട്ടൺ സാരീസ് ആണ് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് വെക്കുന്നത്. ഓക്കെ, ഇതൊക്കെ തമിഴ്നാട് സാരീസ് പോലെ അല്ലേ? പിന്നെ മൽമൽ കോട്ടൺസ് ഉണ്ട്, അതും നമ്മുടെ ബെസ്റ്റ് സെല്ലിംഗ് ആണ്. ഇതല്ലേ? ഇത് നല്ല സാരി. ഇപ്പൊ ഒരു ട്രെൻഡാണ് ഈ മൽമൽ കോട്ടൺ. ഇതും ഇതുപോലെ തന്നെ കസവ് ഓണം ബേസ്, നല്ല ഭംഗിയുണ്ട് സാരി. ഇതൊക്കെ മൽമൽ കോട്ടൺ ആണ്. മൽമൽ കോട്ടണിൽ വരുന്ന കസവിന്റെ ഓണം സ്പെഷ്യൽ സാരീസ് ആണ്. പിന്നെ അല്ലാത്ത മൽമൽ കോട്ടൺസും ഉണ്ട്. എല്ലാതും നമുക്ക് മഹേശ്വരി സിൽക്ക്, പിന്നെ ബനാറസി സാരീസ് ഒക്കെ ഉണ്ട്. നമ്മളൊരു 2 years ആവുന്നുള്ളൂ. അതെ, ഇനിയിപ്പോ ഈ എക്സിബിഷന് വരാൻ പറ്റാത്തവര് ഇവരുടെ ഇൻസ്റ്റാഗ്രാം. അതെ അതെ.
ഏറ്റവും വലിയ സന്തോഷം എന്താ അറിയോ, ഇന്നലെ ജൈനത്തെ ആണെങ്കിലും ഇന്ന് ഷറഫ ഫുഡ് ആണെങ്കിലും കംപ്ലീറ്റ് തള്ളൂന്നല്ലാട്ടെ. നിങ്ങൾ വേണമെങ്കിൽ മെസ്സേജ് ചോദിച്ചോ, ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് വരെ 9 മണി വരെ ഉണ്ട്, 8 മണിയായപ്പോഴേക്കും പാക്ക് ചെയ്ത് പോയി, തീർന്നതുകൊണ്ട് പോയതാണ് കേട്ടാ. അവര് പോയി. നമുക്ക് ഇന്നലെ ജൈനത്തെ എന്തെങ്കിലും ബാക്കി തന്നു, ഇവിടെ ഒന്നും ഇല്ലായിരുന്നു തരാനായിട്ട്. പക്ഷെ നമ്മള് കാലിക്കട്ട് പോയി കഴിഞ്ഞാൽ നമ്മള് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പ എത്തിച്ചു തരും അവര്. അതെ, നമുക്ക് സ്നേഹം ഫുഡിൽ കൂടെ മതി. അതെ, അപ്പൊ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ എക്സിബിഷന്റെ കാര്യങ്ങളിൽ. ഐ എം ഷുവർ തൃശ്ശൂർ എല്ലാവരും, തൃശ്ശൂരിലുള്ള എല്ലാ ബ്രാൻഡ്സും ഹാപ്പി ആയിരിക്കും. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അല്ലേ, കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്ന് സപ്പോർട്ട് ചെയ്യുന്ന അറിയായിരുന്നു. പക്ഷെ കേൾക്കുകയും ചെയ്തു, വരാറില്ല ആൾക്കാർ, ചിലപ്പോൾ വന്നാലും വാങ്ങില്ല എന്നൊക്കെ ഉള്ള പേര് കേട്ടു. പക്ഷെ എല്ലാവരുടെയും ഇമേജ് മാറിയിട്ടുണ്ട്. തൃശ്ശൂർ പൊളിച്ചു അല്ലെ, തൃശ്ശൂർ പൂരം പോലെ തന്നെ തൃശ്ശൂരും പൊളിച്ചു, നമ്മുടെ ഇതും പൊളിച്ചു. അതെ, ഭയങ്കര ഹാപ്പി. അതെ, ആരാ വന്നിരിക്കുന്നത് നോക്ക്, വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടിരിക്കുന്നത് ഡോക്ടർ കിരൺ. അത് സ്കൂട്ടറിൽ നടന്നുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു റഷ്യയില്. അത് കഴിഞ്ഞിട്ട് മേൽശാന്തിയായി സ്വന്തം ക്ലിനിക്ക് തുടങ്ങി മലപ്പുറത്ത്. ഭയങ്കര സന്തോഷമുണ്ട് വന്നതിൽ കേട്ടാ. ഞങ്ങൾക്ക് അതുവരെ അങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല. അതെ, മെസ്സേജിങ് മാത്രം ഉണ്ട് ഇടയ്ക്ക്. കൺഗ്രാലേഷൻസ് അയച്ചു. അത് കഴിഞ്ഞ് ക്ലിനിക്ക് തുടങ്ങിയപ്പോ ഒന്ന് മെസ്സേജ് ചെയ്തു. 2 കുട്ടികളായി, ഒരാളല്ലാട്ടെ, 2ാം താളത് ഇവിടെ എവിടെയോ നടക്കുന്നുണ്ട്. റഷ്യ വെച്ച് കാണുമ്പോ എന്നോട് ചോദിക്കുകയായിരുന്നു, ഇങ്ങനെയാണ് ചേച്ചി മാനസിയെ, ഇങ്ങനെ ചേച്ചി കുട്ടിയൊക്കെ ആക്കാൻ നല്ലതാ. അപ്പൊ വേദമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാ ഞാൻ കാണുമ്പോ 2 പേര്. അപ്പൊ ഒരുപാട് സന്തോഷം. ഞങ്ങള് ക്ലിനിക്കിലേക്ക് വരാം കേട്ടാ. താങ്ക് യു വന്നതിന് ഡോക്ടർ. ഓക്കെ, കഴിഞ്ഞു എക്സിബിഷൻ ഒക്കെ കഴിഞ്ഞ എല്ലാരും പാക്കിംഗ് ആയിരുന്നു. ചിരി നിക്കുന്നില്ലല്ലോ. അതെ, താങ്ക് യു. ഓ അയ്യോ, അങ്ങനെയായോ? ഞങ്ങൾ അടുത്ത കൊച്ചിയിലാ. തൃശ്ശൂർ വെക്കണം അല്ലേ? ഉറപ്പോ? ഓ സന്തോഷം. നമ്മള് ഹോപ്പ്ഫുള്ളി തൃശ്ശൂർ വരണം എന്നാണ്. കാരണം ഇത്രയും റെസ്പോൺസ് നമ്മളും പ്രതീക്ഷിച്ചില്ല. അടിപൊളി. ഓക്കെ, അപ്പൊ ഇത് കാണാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ആദ്യം തൊട്ടുള്ളതാണല്ലോ. ഓക്കെ, ബൈ. കഴിഞ്ഞില്ലേ? ഇല്ല കഴിഞ്ഞില്ലേ? എല്ലാവരും വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ, പോയി എല്ലാരും തിരക്കില്. എന്നാ കുഴപ്പമില്ല. എന്തായാലും എല്ലാരും പറയും കൊച്ചിയിലേക്ക് വരുവാന്ന്. അപ്പൊ വേഗം പാക്ക് ചെയ്തോ. ഇവര് പ്രത്യേകം പറഞ്ഞത് ക്രിസ്മസ് എക്സാം ഇല്ലെങ്കിൽ വരാന്ന്. അപ്പൊ എക്സാം ഇല്ലാത്ത ടൈം നോക്കി വെക്കാൻ നോക്കുക കേട്ടാ. ഓ, നമ്മൾ മാക്സിമം നേരത്തെ തന്നെ വെക്കാൻ നോക്കാം. വരണം കേട്ടോ ഉണ്ടെങ്കില്. ശരി, ബൈ. പ്രിയ, അടിപൊളിയായിരുന്നു ഒന്ന്. ആ ചെരുപ്പ് ഇനി ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പുതിയ ഓർഡർ തരുന്നതായിരിക്കും. കംഫർട്ടബിൾ അല്ലേ? ഓക്കെ, കാണാപ്പ. ബൈ. തിരിച്ച് പാക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആരാന്ന് നോക്കട്ടെ. അത് വേദുന്റെ ഒരു കൈ ഇഞ്ചുറിയും കൂടിയാ അല്ല വേദു? ആ, ഒരു കൈവച്ചാ ചെയ്യുന്നത് വേദു. കണ്ടാ, സംസാരിക്കത്തോലും ഇല്ല. ഫുൾ കോൺസെൻട്രേഷൻ. ആരാണ്? അമ്മേനെ പോലെയാന്ന്. ആണോ? സംസാരിക്കല്ലോ, എന്നിട്ട് അപ്പുറത്തുനിന്ന് വന്നാ സംസാരിക്കാനായിട്ട്. അതെ, എക്സിബിഷൻ ഇറങ്ങുന്നതിന് മുമ്പ് ഫൈനലി ഡാഡിക്ക് ആർട്ടിസ്റ്റ് റെനി ചേച്ചി ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഫ്ലവർ. ഡാഡിയുടെ നോട്ടമായിരുന്നു. ഇന്ന് എടുത്ത ഡാഡി എടുത്ത. എങ്ങനെയുണ്ട് സാധനം? കൊള്ളാമോ ഡാഡി? പിന്നെ ഭയങ്കര ഇഷ്ടമായോ? അതെ, ഈ ഒരു സംഭവം റെനി ചേച്ചി തന്നാണ്. സോ നിങ്ങൾക്ക് ഓൺലൈൻ ഓർഡേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, ഡീകോർ ചെയ്യണമെങ്കിൽ നേരെ ആർട്ടിസ്ട്രി ബൈ റെനീനെ കോൺടാക്ട് ചെയ്താൽ ഷീൽ ഡു അപ്പ് യുവർ എൻറ്റയർ വാൾ ഓർ ഒരു കോർണർ അല്ലെങ്കിൽ ഫുൾ ഹൗസ് വരെ ചെയ്ത് തരും കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ കസ്റ്റമൈസ് രീതിയിൽ. അങ്ങനെ എവ്രി വൺ ലെഫ്റ്റ് ആസ് യൂഷ്വൽ. നമ്മൾ മാത്രം കേക്ക് കഴിക്കുന്ന സൈനത്തേടെ ഒരു ബ്രൗണി ഉണ്ട് ബാക്കി. അപ്പോൾ അങ്ങനെ തൃശ്ശൂറും നമ്മൾ ഇറ്റ്സ് ഒരു സംഭവം അല്ലേ. എല്ലാവരും നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കാലിക്കറ്റ്, കൊച്ചി, നൗ തൃശ്ശൂർ. അപ്പോൾ താങ്ക് യു തൃശ്ശൂർ, താങ്ക് യു ഓൾ ദ ബ്രാൻഡ്സ്, താങ്ക് യു ഓൾ ദ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ഹു മെയ്ഡ് ദിസ് പ്രൊമോഷൻ ഫോർ അസ്. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട്. താങ്ക്സ് ടു PR Social.
പിൻ സോഷ്യൽ പിൻ സോഷ്യൽ അവരാണ് എല്ലാം കോർഡിനേറ്റ് ചെയ്യാനും. താങ്ക്സ് ടു അശ്വിൻ, അതെ, അവരെ കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ ഹാമ്പർ തൃശ്ശൂർ വരെ എത്തിച്ച് എല്ലാവരുടെ കയ്യിൽ കൊടുത്ത് സൂപ്പർ മാർക്കറ്റ്സിലെ പ്രൊമോഷന് നമ്മളെ ഹെൽപ്പ് ചെയ്ത എല്ലാം ഇട്ടിട്ട്. അതെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹാപ്പി വ്ളോഗ് ഹാപ്പി ന്യൂസ് ആയിട്ട് അവസാനിപ്പിക്കാം. കൊച്ചിയിൽ നമ്മൾ വരുന്നുണ്ട്. OHF ഫ്ലീ മാർക്കറ്റ് വിൽ ബി ഹാപ്പനിങ് ഓൺ ഡിസംബർ. അത് ഡേറ്റ്സ് നമ്മൾ ഹാള് കൺഫേം ആയിട്ട് ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇറ്റ് ബി മോസ്റ്റ്ലി ഫസ്റ്റ് വീക്ക് ഓഫ് ഡിസംബർ, ഫസ്റ്റ് വീക്കെൻഡ് ഓഫ് ഡിസംബർ. ഫസ്റ്റ് വീക്ക് ഡിസംബർ ഫസ്റ്റ് വീക്ക് ഓർ സെക്കൻഡ് വീക്കിലേക്ക് പോവില്ല, മോസ്റ്റ്ലി ക്രിസ്മസിന് മുന്നേ ആയിരിക്കും. സോ അതിന് നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉടനെ വരുന്നതായിരിക്കും. So we are hoping to see everyone there. That will be even more grander, അല്ലേ? Okay, so thank you Thrissur, and അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ stay healthy, stay happy, bye. bye.